നിങ്ങളുടെ കുഞ്ഞിന് വീട് പോലെ സുരക്ഷിതമായ മറ്റൊരിടം തിരയുകയാണോ? എങ്കിൽ അങ്ങനെ ഒരിടം പൂക്കോട്ടുംപാടത്തുണ്ട്. വണ്ടർ ബീസിൽ 6 മാസം മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വണ്ടർ ബീസ് ഡേ കെയർ നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് പൂക്കോട്ടുംപാടം. അമരവനം പഞ്ചായത്ത് PMAY ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രത്യേക ഗ്രാമസഭ ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് BP അഫീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PMAY എന്ന ഭവന പദ്ധതിയിൽ നമ്മൾ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും അപേക്ഷ കൊടുത്തിരുന്നു. അതിൻ്റെ കരട് ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കരട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളെ വിളിച്ചിട്ട് പഞ്ചായത്ത് തലത്തിൽ ഒരു ഗ്രാമസഭ നടത്തണം എന്നുള്ള സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മൾ ഇന്നിങ്ങനെ ഗ്രാമസഭ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, വീട് എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമാണ്. അത് ഏത് ആളുകൾക്കാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു നമ്മുടെ കുടുംബത്തിന് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കഴിയാനുള്ള ഒരു ഭവനം എന്ന് പറഞ്ഞത് എല്ലാവരുടെയും സ്വപ്നമാണ്. നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ഇന്ന് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയായിട്ട് പോലും നമ്മുടെ ഇന്ന് വിളിച്ചു ചേർത്ത ഗ്രാമസഭയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. നമുക്ക് മൊത്തം 732 അപേക്ഷയാണ് PMAYയിലൂടെ ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. അതിൽ ജനറലിൽ 577 ഗുണഭോക്താക്കളും, SCയിൽ 114 ഗുണഭോക്താക്കളും, STയിൽ 41 ഗുണഭോക്താക്കളുമാണ് നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവരെല്ലാവരും ഏകദേശം നമ്മുടെ ഈ ഒരു ഗ്രാമസഭയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള കരട് പട്ടിക അംഗീകാരം നൽകുക എന്നതായിരുന്നു ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൊട്ടത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അർഹരായ മുഴുവൻ ആളുകൾക്കും ഭവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. VEOമാരായ ഗോപിക, റഷീദ് എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. ഇപ്പം നമ്മുടെ ലിസ്റ്റിൽ നിലവിൽ 732 പേരാണുള്ളത്. ST വിഭാഗത്തിലെ 41 പേരും, SC വിഭാഗത്തിലെ 114 പേരും, ജനറൽ വിഭാഗത്തിലെ 577 പേരുമാണ് നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് 2 രീതിയിലാണ് അപേക്ഷകൾ വന്നിട്ടുള്ളത്. ഒന്ന്, ഗുണഭോക്താക്കൾ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന്, സെൽഫ് അസിസ്റ്റൻറ്റും അല്ലാതെ നമ്മൾ VEOമാർ STക്കാർ മുൻഗണന കൊടുത്തിട്ട് ഒരു ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയി സർവേ ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മൊത്തം 732 പേരുടെ ഈ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ 732 പേരുടെ അന്തിമ പട്ടികയല്ല ഇത്, കരട് ലിസ്റ്റാണ്. അന്തിമ പട്ടിക ആവുന്നത് ഇന്നത്തെ ഗ്രാമസഭ കഴിഞ്ഞ് ഇതിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ ആ തിരുത്തലുകളുടെ വിശദ വിവരങ്ങൾ ഞാൻ പറയാം. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തിയതിന് ശേഷമായിരിക്കും ഈ ലിസ്റ്റ് അന്തിമമാക്കുന്നത്. ഈ 732 പേർക്കും ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. എല്ലാ വർഷവും എല്ലാ കാലവും പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ധനസഹായം നൽകുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഓരോ ജില്ലകൾക്കും ഓരോ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K രത്നകുമാർ, K ബിന്ദു, MP ശോഭന, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി B ശിവദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KC ഭിനു സ്വാഗതവും പ്ലാൻ ക്ലർക്ക് ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.